അമേരിക്കയിൽ കാലാവസ്ഥ വളരെ പ്രതികൂലമായി തുടരുകയാണ്. ഞായറാഴ്ച വീശിയടിച്ച ചുഴലിക്കാറ്റിൽ 50-ലേറെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിസോറിയിലാണ് കൂടുതൽ ആൾനാശമുണ്ടായത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി നോക്കിയാൽ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് വലിയ ഭീഷണിയായി തുടരുകയാണ്. ഏറ്റവും ഒടുവിലാണ് ഈ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റുമൊക്കെ അമേരിക്കയിൽ ഉണ്ടാകുന്നത്. നിലവിൽ ഗവൺമെന്റ് നൽകുന്ന മുന്നറിയിപ്പുകൾ അമേരിക്കയിൽ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് ടൊർണാഡോയുടെ സീസൺ എന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ മാർച്ച് 2-ാം വാരത്തോടെ നേരത്തെ തന്നെ ടൊർണാഡോ ചുഴലിക്കാറ്റിന്റെ സീസൺ ആരംഭിച്ചു. ഏകദേശം 139 കുടുംബങ്ങളെ ടൊർണാഡോ ചുഴലിക്കാറ്റ് ബാധിക്കുകയുണ്ടായി. 2 ദിവസങ്ങളിലായി ഫ്ലോറിഡ മുതൽ മിസിസിപ്പി, ടെന്നസി മുതൽ ഒക്ലഹോമ, അങ്ങനെ പെൻസിൽവാനിയ വരെ ടച്ച് ചെയ്താണ് ടൊർണാഡോ ചുഴലിക്കാറ്റ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വീശിയടിച്ചത്. $1 ബില്യൺ നാശനഷ്ടമാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഏകദേശം 1000-ഓളം ടൊർണാഡോ ചുഴലിക്കാറ്റാണ് സീസണാകുമ്പോൾ വരാറുള്ളത്. അമേരിക്കയിൽ അതൊരു ശരാശരി സംഖ്യയാണ്. എന്നാൽ ഇപ്പോൾ 139 ഇതിനോടകം ആയിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എപ്പോഴും വരാറില്ല. എന്നാൽ ഇത്തവണത്തെ സംഖ്യ നോക്കിയാൽ തുടക്കം തന്നെ ഒരു വലിയ സംഖ്യയിലേക്ക് മരണം ഉയരുന്നുവെന്നാണ് റിപ്പോർട്ട്. 100 വർഷം മുമ്പുണ്ടായ ചുഴലിക്കാറ്റിനെയൊക്കെ ആളുകൾ ഓർക്കുകയും അതുമായി താരതമ്യപ്പെടുത്തുന്നത് കാണുകയും ചെയ്യുകയാണ്. 50-ലേറെ ചുഴലിക്കാറ്റും പൊടിക്കാറ്റ് ഇതെല്ലാം കൂടി വരുമ്പോൾ സാഹചര്യം കൂടുതൽ ഗുരുതരമായാണ് കാണപ്പെടുന്നത്. അമേരിക്ക ആയുധമേഖലയിലും വാണിജ്യമേഖലയിലും മാത്രമല്ല 1-ാം സ്ഥാനത്തുള്ളത്. ടൊർണാഡോ ചുഴലിക്കാറ്റിന്റെ കാര്യത്തിലും ബഹുദൂരം മുന്നിലാണ്. ഏകദേശം 1000-ലധികം ചുഴലിക്കാറ്റാണ് ഓരോ വർഷം തോറും അമേരിക്കയിൽ വീശിയടിക്കുന്നത്. അതിലേകദേശം ശരാശരി 50-ഓളം പേരുടെ മരണവും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇത്തവണ 139-ഓളം ശക്തമായ കാറ്റുകളാണ് അമേരിക്കയിൽ വീശിയത്. പ്രത്യേകിച്ച് ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായിട്ട് കാറ്റിന്റെ തുടർച്ച ഫ്ലോറിഡ മേഖലയിൽ നിന്നും തുടങ്ങി നോർത്ത് കരോലിന, ഒക്ലഹോമ, ടെക്സസ്, ഇന്ത്യാന, മിസോറി തുടങ്ങി പെൻസിൽവാനിയ മേഖല വരെ, അങ്ങനെ തെക്ക് നിന്ന് പടിഞ്ഞാറ് മുതൽ കിഴക്കോട്ട് വരെ ആ ഒരു വലിയൊരു വിസ്തൃതിയിലാണ് ഈ ഒരു കാറ്റ് വീശിയടിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 100 കണക്കിന് ആളുകൾക്കാണ് ദുരന്തത്തിൽ പരിക്ക് പറ്റിയെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം ഒക്ലഹോമയിൽ ചുഴലിക്കാറ്റിനോടൊപ്പം തന്നെ കാട്ടുതീയും ഉണ്ടായി എന്നുള്ളതാണ്. ഏകദേശം 400-ലധികം വീടുകളും നഷ്ടമായതായാണ് അറിയാൻ കഴിയുന്നത്. ചുഴലിക്കാറ്റിന്റെ തീവ്രത എത്രത്തോളം ആയിരിക്കുമെന്ന് അറിയണമെങ്കിൽ ഒക്ലഹോമയിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു സ്കൂൾ ബസ് അത് പറന്ന് സ്കൂളിന്റെ മേൽക്കൂരയിൽ പോയി നിന്നു എന്നതാണ്. അത്രമാത്രം ശക്തമായ കാറ്റായിരുന്നു ഉണ്ടായത്. 40 മീറ്ററോളം നീളമുള്ള വലിയ ട്രക്കുകൾ പോലും പറന്നു മാറിപ്പോകുന്ന സാഹചര്യമാണ് ഒക്ലഹോമയിൽ ഉണ്ടായത്. നിലവിൽ തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിലും ലൈവ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പ്രകാരം അത്തരമൊരു സാഹചര്യത്തിൽ ഒക്ലഹോമയിൽ ചുഴലിക്കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട്. മാത്രമല്ല, കാട്ടുതീയും അമേരിക്കയുടെ പല പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്.